കെ പി നൌഷാദ് അലി, ഒന്ന് ബി ജെ പി കേരളത്തിലെ അവരുടെ തെരഞ്ഞെടുപ്പ് പ്രചരണം ആഘോഷപൂർവ്വം തുടങ്ങിയിരിക്കുന്നു. വളരെ കളർഫുൾ ആയിരുന്നു അത്. മോഡി അദ്ദേഹത്തിന്റെ ഗ്യാരണ്ടിയെ കുറിച്ച് പറയുന്നു. രണ്ടാമത്തേത്, ഇത്തവണ ബി ജെ പിക്ക് ഒരു മിഷൻ സൗത്ത് ഇന്ത്യ ഉണ്ട്. കാരണം കഴിഞ്ഞ തവണ നേടിയിട്ടുള്ള ചില സീറ്റുകൾ അവർക്ക് മറ്റു ചില ഇടങ്ങളിൽ നഷ്ടപ്പെടാം. ആ സീറ്റുകൾ അവർക്ക് ബാലൻസ് ചെയ്യേണ്ടത് സൗത്ത് ഇന്ത്യയിൽ നിന്നാണ്. അപ്പോൾ തമിഴ്നാട്, കേരളം, കർണാടക, ആന്ധ്ര, തെലങ്കാന തുടങ്ങിയ സംസ്ഥാനങ്ങളൊക്കെ ബി ജെ പിയുടെ ഫോക്കസിലുണ്ട്. കേരളവുമുണ്ട്. കേരളത്തിൽ നിന്ന് ഏറ്റവും കുറഞ്ഞത് ഒരു സീറ്റെങ്കിലും അവർ ലക്ഷ്യമിടുന്നുണ്ട്. അതിൽ പരമപ്രാധാന്യം നൽകുന്നത് തൃശ്ശൂരാണ് താനും. മോഡിയുടെ ഇന്നത്തെ വരവ് ശരിക്കും ഇളക്കിയിട്ടുണ്ടോ തൃശ്ശൂരിനെ? ബി ജെ പി അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റെങ്കിലും നേടാൻ കഴിയുന്ന വിധത്തിൽ പോകുന്നതിന്റെ ഒരു തുടക്കമായി ഇതിനെ നിങ്ങൾ കാണുന്നുണ്ടോ? അഭിലാഷ്, ഇവിടെ പറയപ്പെട്ട ഈ മോദി ഗ്യാരണ്ടി, നാരി ശക്തി, അതിനെക്കുറിച്ച് പരാമർശിക്കാതെ നമുക്ക് ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. ഞാൻ അഭിലാഷോട് പറയുന്നു, ഈ ഉന്നാവിലെ കുൽദീപ് സിംഗ് MLA BJP-കാരൻ മാറ്റി നിർത്താം. ഹരിയാനയിൽ ബലാത്സംഗ കേസിൽ പ്രതിയായിട്ടും ക്യാബിനറ്റിൽ തുടരുന്ന സന്ദീപ് സിംഗിനെ തൽക്കാലം മാറ്റി നിർത്താം. പിന്നെ ഹത്രാസിലെ ഹതഭാഗ്യയായ പെൺകുട്ടിയെ മാറ്റി നിർത്താം. ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിലെ ബലാത്സംഗികളായ ABVP-കാരെയും തൽക്കാലം വാർത്തകളുടെ ആധിക്യം മൂലം മാറ്റി നിർത്താം. പക്ഷേ ഈ രാജ്യത്തിന് വേണ്ടി ഒളിമ്പിക്സ് മെഡൽ നേടി യശസ് പരത്തിയ കായിക താരങ്ങൾക്ക് തങ്ങളുടെ മടിക്കുത്തഴിക്കാൻ നീട്ടിയ കൈകളിൽ ഒരു വിലങ്ങ് വെക്കാൻ വേണ്ടി എല്ലാ സമരവും നടത്തിയിട്ട് അത് പരാജയപ്പെട്ടിട്ട് പാതുകമഴിച്ച് പരസ്യമായി കായിക രംഗം വിടേണ്ടി വരുന്ന ഒരു ഇന്ത്യയെ നിങ്ങൾ ശിലായുഗത്തിലെ ഇന്ത്യയോട് താരതമ്യം ചെയ്യാതെ മറ്റെന്തിനോട് താരതമ്യം ചെയ്യും? ഇവിടെ മണിപ്പൂർ കത്തിയെരിഞ്ഞിട്ട് അസംഖ്യം സ്ത്രീകളുടെ മാനം കവരപ്പെട്ടിട്ട് 2.5 മാസം മൗനം പാലിച്ച് 78ാമത്തെ ദിവസം 36 സെക്കൻഡ് നീണ്ട ഒരു പരാമർശമാണ് പ്രധാനമന്ത്രി നടത്തിയത്. അതിന് കാരണമായതോ അവിടെ 3 നഗ്നരാക്കിയ സ്ത്രീകളെ പരേഡ് നടത്തിച്ചിട്ട് മാനം പിച്ച് ചീന്തി കൊന്നു തള്ളിയതിൻ്റെ ചില ദൃശ്യങ്ങൾ വീഡിയോ രൂപത്തിൽ ലോകം മുഴുവൻ വൈറലായപ്പോഴാണ്. ഇവിടെ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോവിന്റെ കണക്ക് പ്രകാരം 2021 4 ലക്ഷത്തി ചില്ലാനമാണ് സ്ത്രീകൾക്കെതിരായ അതിക്രമ കേസുകൾ. അതിൽ 34,000 എണ്ണം റേപ്പ് കേസുകളാണ്. കഴിഞ്ഞ 2 പതിറ്റാണ്ടിലെ ഏറ്റവും വലിയ കണക്കിലേക്ക് ഈ രാജ്യത്തെ എത്തിച്ചൊരു പ്രധാനമന്ത്രിയും ഭരണവുമാണോ ഇവിടെ നാരി ശക്തിയെക്കുറിച്ച് പറയുന്നത്? ഈ രാജ്യത്തെ ഡിജിറ്റൽ ആക്സസ് ഉള്ള സ്ത്രീകളുടെ ശതമാനം 26 മാത്രമാണ്. 4ൽ 3 സ്ത്രീകൾക്കും അതില്ല. ഈ രാജ്യത്തെ ഇവിടുത്തെ ലേബർ ഫോഴ്സിലെ ഫീമെയിൽ പാർട്ടിസിപ്പേഷൻ അത് ശ്രീലങ്കക്കും ബംഗ്ലാദേശിനും പിറകിലാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ ഗ്യാസ് സിലിണ്ടറിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിലയാണ്. വിലക്കയറ്റം കൊണ്ട് ഈ നാട്ടിലെ സ്ത്രീകൾ പുറത്തുമുട്ടുകയാണ്. ഇവിടെ ജെൻഡർ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ 156ൽ 140 ഇന്ത്യയുടെ സ്ഥാനം. ഇത്തരത്തിലൊക്കെ പരിതാപകരമായിട്ട് മുന്നോട്ട് പോകുന്ന രാജ്യത്തെ സ്ത്രീകളെ നോക്കിയിട്ട് നാരീശക്തി എന്നൊക്കെ പറയുമ്പോൾ വസ്ത്രമില്ലാത്ത രാജാവിൻ്റെ വസ്ത്രഭംഗിയെ ആ സ്തുതി പാടിയ വിദൂഷകരെയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഇതൊക്കെ തിരിച്ചറിയാനുള്ള ശേഷി കേരളത്തിലെ ജനങ്ങൾക്കെങ്കിലും ഉണ്ട്. അതുകൊണ്ട് തൃശ്ശൂരിൻ്റെ കാര്യം നിങ്ങളങ്ങ് വിട്ടേക്കുക. തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 28.2% BJPക്ക് കിട്ടിയ വോട്ട്. അവിടെ ജയിച്ച പ്രതാപന്റെ വോട്ട്, കോൺഗ്രസിന്റെ വോട്ട് 39.9%. 2019 നിയമസഭാ തെരഞ്ഞെടുപ്പിലും നരേന്ദ്രമോദി വന്നിരുന്നു. കെ സുരേന്ദ്രൻ പറഞ്ഞതുപോലെ കോഴിക്കോട്ടും വന്നിരുന്നു, കൊച്ചിയിലും വന്നിരുന്നു, തിരുവനന്തപുരത്തൊക്കെ വന്നിരുന്നു. അദ്ദേഹം പല തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായിട്ടും വന്നിട്ടുണ്ട്. അതിലെ മറ്റൊരു വരവ് എന്നതിൽ കവിഞ്ഞ് ഒരു തരത്തിലുള്ള പ്രതിഫലനം ഇതുണ്ടാക്കില്ല. ഒരു കാര്യം കൂടി അഭിലാഷേ, ഇവിടെ കർണാടകയിലെ നരേന്ദ്രമോദി 19 റാലിയിലും 7 റോഡ് ഷോയിലും പങ്കെടുത്തു. അവസാനത്തെ റോഡ് ഷോ 27 കിലോമീറ്റർ നീണ്ടതായിരുന്നു. ഇവിടെ തെലങ്കാനയിലെ നരേന്ദ്രമോദി 16 പൊതുയോഗങ്ങളിൽ 16 റാലികൾ ഉൾപ്പെടെയുള്ള പൊതുയോഗങ്ങളിൽ അദ്ദേഹം പങ്കെടുത്തു. എന്തായി അവിടുത്തെ റിസൾട്ട്? BJP വർഗീയ രാഷ്ട്രീയം പരീക്ഷിക്കുന്ന സ്ഥലങ്ങളിൽ ചിലപ്പോൾ അവർ ജയിക്കും, അല്ലാത്ത സ്ഥലങ്ങളിൽ തോൽക്കും. അല്ലാതെ നരേന്ദ്രമോദി അവിടെ പോയത് കൊണ്ടോ റോഡ് ഷോ നടത്തിയത് കൊണ്ടോ പ്രത്യേകിച്ചൊരു ഫലം ഉണ്ടാകണമെങ്കിൽ കർണാടകയിലും തെലങ്കാനയിലൊക്കെ അവർ ജയിക്കണ്ടേ? അഭിലാഷ, ഇതൊക്കെ ഈ രാജ്യത്തെ ജനങ്ങൾ വളരെ കൃത്യമായിട്ട് വിലയിരുത്തുന്നുണ്ട്. കേരളത്തിലെ ജനങ്ങൾ കർണാടകയിലും തെലങ്കാനയിലും ഒന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പായിരുന്നു എന്ന ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം നോക്കൂ, ഇവിടെ ഇപ്പോൾ ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ തന്നെ ഇന്ത്യയിലെ 2 പ്രധാനപ്പെട്ട പോൾ ഏജൻസികൾ ആക്സിസ് മൈൻഡേയും അതുപോലെ തന്നെ CSDS-ഉം വിലയിരുത്തിയിട്ടുള്ള കാര്യം, മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലുമൊക്കെ പുരുഷന്മാരെക്കാൾ കൂടുതൽ വർദ്ധിത വീര്യത്തോടുകൂടി BJPക്ക് അനുകൂലമായി വോട്ട് ചെയ്തത് സ്ത്രീകളായിരുന്നു എന്നുള്ളതാണ്. ഏതാണ്ട് 10% വ്യത്യാസം പോലും, പ്രത്യേകിച്ച് മധ്യപ്രദേശ് പോലെയുള്ള സംസ്ഥാനങ്ങളിൽ വനിതാ വോട്ടർമാരുടെ കാര്യത്തിൽ BJPക്ക് അനുകൂലമായി വോട്ട് ചെയ്യുന്ന കാര്യത്തിൽ ഉയർച്ച ഉണ്ടായിട്ടുണ്ടെന്ന് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പോൾ ഏജൻസികൾ പറയുന്നു. അതിന് അതാത് സംസ്ഥാനങ്ങളിൽ ഉള്ള
നമ്മളിപ്പോൾ മധ്യപ്രദേശിനെ എടുക്കുകയാണെങ്കിൽ ലാഡ്ലി ലെഹന പോലെയുള്ള പരിപാടികൾക്ക് അതിൽ റോൾ ഉണ്ട് താനും. ഇവിടെ ഇപ്പോൾ വനിതാ സംവരണം നടപ്പാക്കിയതിന് ശേഷമാണ് നരേന്ദ്രമോദി ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നത്. ഇപ്പൊ നോക്കൂ, കേരളത്തിന്റെ പരിച്ഛേദം എന്ന് പറയാവുന്ന വിധത്തിൽ ഇപ്പോൾ ശോഭന, മിന്നുമണി തുടങ്ങി മറിയക്കുട്ടി ചേടത്തി വരെ അവരുടെ സ്റ്റേജിൽ ഇരിക്കുകയാണ്. അപ്പോൾ സ്ത്രീ വോട്ടർമാർ എന്നുള്ള കാര്യത്തിൽ നമ്മൾ അങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട. അവിടെ BJP യെ സംബന്ധിച്ചൊരു പ്ലാൻ ഉണ്ട്. ആ പ്ലാൻ വഴി അവരുടെ കേരളത്തിലെ പരമ്പരാഗത രീതികൾക്ക് അപ്പുറത്തൊരു പ്ലാൻ അവർക്കുണ്ട് എങ്കിൽ അത് ഒരിക്കലും നടക്കാൻ പോകുന്നില്ല എന്ന് നിങ്ങൾ ഇപ്പോഴേ ആത്മവിശ്വാസം കൊള്ളണോ? അല്ല അഭിലാഷ്, ഇവിടെ നിങ്ങൾ ഈ വനിതാ റിസർവേഷൻ ബില്ലിനെ കുറിച്ച് പറഞ്ഞല്ലോ. നരേന്ദ്രമോദി 9 വർഷം ഇന്ത്യ രാജ്യം ഭരിച്ചിട്ട് അദ്ദേഹം അത് എവിടെയെങ്കിലും അവതരിപ്പിക്കാൻ ശ്രമിച്ചോ? ഈ തെരഞ്ഞെടുപ്പ് വർഷത്തിൽ അദ്ദേഹം വനിതാ ബില്ലുമായി മുന്നോട്ട് വരുന്നു. അതെന്ന് നടപ്പിൽ വരുമെന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് പോലും യാതൊരു തിട്ടമില്ല. ഇത്തരത്തിലൊക്കെയുള്ള പുകമറകൾ മുന്നിൽ വെച്ചിട്ട് എവിടെയെങ്കിലുമൊക്കെ ക്ഷണികമായിട്ട് ആരെങ്കിലും എപ്പോഴെങ്കിലുമൊക്കെ പറ്റിക്കാൻ പറ്റും. എപ്പോഴും എല്ലാവരെയും പറ്റിക്കുക സാധ്യമല്ല. നിങ്ങൾ ഈ റാലിയിലൊക്കെ ഉള്ള 1-2 പേരുടെ പ്രാതിനിധ്യം ഒക്കെ ചൂണ്ടിക്കാണിച്ചിട്ട് അതിനെ കേരളത്തിലെ സ്ത്രീകളെയുമായി താരതമ്യപ്പെടുത്തി സാമാന്യവൽക്കരിക്കുക എന്ന് പറഞ്ഞാൽ എത്രമാത്രം ബാലിശമാണ് അഭിലാഷ്. അതൊക്കെ ഇങ്ങനെ നടന്നു പോയിക്കോളും, കഴിഞ്ഞു പോയിക്കോളും. ഇവിടെ നരേന്ദ്രമോദി കടന്നു വന്നിട്ട് വിജയിക്കണമെങ്കിൽ ഹിമാചലിലും കർണാടകയിലും തെലങ്കാനയിലൊക്കെ വിജയിക്കണ്ടേ? നിങ്ങൾ പറഞ്ഞതുപോലെ ചില ഇടങ്ങളിലൊക്കെ സ്ത്രീകളെ ഇത്തരത്തിലൊക്കെയുള്ള പ്രചണ്ഡമായ പ്രചാരവേലകളിലൂടെ ഗീബൽസിയൻ തന്ത്രങ്ങളിലൂടെയൊക്കെ അവർ 1-2 തവണയൊക്കെ കെണിയിൽ വീഴ്ത്തിയിട്ടുണ്ടാകാം. അതൊന്നും ശാശ്വതമല്ല, സ്ഥായിയായ ഒന്നല്ല. ഏതായാലും നമുക്കിതൊക്കെ കാണാൻ പോണ പൂരമാണല്ലോ. ഒരു കാര്യം കൂടെ അഭിലാഷേ, 67 വർഷത്തെ കേരളത്തിന്റെ ജനാധിപത്യ ചരിത്രത്തിൽ BJPക്ക് ഒരു നിയമസഭാ സീറ്റ് മാത്രമാണ് ഇന്നവരെ ലഭിച്ചത്. ഒരു മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് 10-20 കൊല്ലം മുമ്പ് ഭരിച്ചതിന് ശേഷം അവർക്ക് ഇന്നവരെ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് ഇല്ല. അത്തരത്തിലൊരു പാർട്ടി ഇവിടെ പരമാവധി അവരുടെ ഭാഗ്യമൊക്കെ ഇന്നത്തെ ദേശീയ അനുകൂല രാഷ്ട്രീയ കാലാവസ്ഥ വെച്ച് പരീക്ഷിക്കാൻ നോക്കും. അതവർ ചെയ്യുന്നു എന്നതിന്റെ അപ്പുറത്ത് ഒരു തരത്തിലുള്ള വാർത്താ പ്രാധാന്യവും അതിനില്ല. അതിൽ നിന്ന് എന്തെങ്കിലും ഗുണം കിട്ടുമെന്ന വലിയ മോഹങ്ങളും BJPക്കാർക്ക് വേണ്ട. അത് അവർക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് അഭിലാഷേ, ഇതിനെയൊക്കെ ഒരു സാധാരണ ഒരു ഗിമ്മിക്കായിട്ട് ഒരു രാഷ്ട്രീയ പ്രചരണ പരിപാടി എന്നതിന്റെ അപ്പുറം ഒരു പ്രധാനമന്ത്രി വരുന്നതിന്റെ വാർത്താ പ്രാധാന്യം ഉണ്ടാവും. അതിന്റെ അപ്പുറത്ത് ഒരു തരത്തിലുള്ള ചലനവും കേരളത്തിൽ ഇത് ഉണ്ടാക്കാൻ പോകുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ നാരീശക്തിയെ കുറിച്ചിട്ടുള്ള വിശകലനം മാത്രം മതി കേരളത്തിലെ ജനങ്ങൾക്ക്, സ്ത്രീകൾക്ക് നരേന്ദ്രമോദിയെയും അദ്ദേഹത്തിന്റെ ഒരു ചലനവും ഉണ്ടാക്കില്ല എന്നാണ് കോൺഗ്രസ് പറയുന്നത്.